തെങ്ങേറ്റക്കാരനാണെന്ന് പറയാൻ മടിയുണ്ട. 100% വിജയിച്ചു വരേണ്ട ഒരു സ്ഥാനാർത്ഥിനെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് 7-ാം വാർഡിലെ CP കുട്ടി. നിങ്ങൾക്കറിയാം, പലർക്കും അറിയാം മൂപ്പരെ ജോലി എന്താണ്. പോകും തെങ്ങ് കയറ്റാണ് മെയിൻ. അതിനങ്ങേപ്പുറത്ത് ഗ്രീൻ വിഷന്റെ ഒരു വോളണ്ടിയറാണ്, ഗ്രീൻ വിഷൻ ആംബുലൻസ് ഡ്രൈവറാണ്. ഏത് നിമിഷവും ഒരു വിളിക്കപ്പുറത്ത് മൂപ്പരുണ്ട്. തെങ്ങേറ്റക്കാരനാണെന്ന് പറയാൻ മടിയുണ്ട. ഒരു മടിയില്ല, അത് വളരെ അഭിമാനത്തോടു കൂടി പറയും. ഞാനും രസത്തിന് ഇങ്ങനെ കൊറോണ കഴിഞ്ഞ ഫ്രീസ് ലോക്കിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ ഒരു മെഷീൻ വാങ്ങി. വീട്ടിലുള്ള 10-30 തെങ്ങ് ഇടാൻ വേണ്ടിയിട്ടുള്ള താല്പര്യത്തോടെ വാങ്ങിയതാണെങ്കിലും പിന്നീട് അത് സ്നേഹിതന്മാർക്കും മറ്റുള്ള രീതിയിലൂടെ നാട്ടിലൊക്കെ അതൊരു തെങ്ങ് കയറ്റത്തിന് വേണ്ടി എന്നെ വിളിക്കുകയും അതൊരു ജോലിയായി മാറുകയും ചെയ്തത്. ഇന്ന് ഈ പ്രദേശത്ത് തെങ്ങിൽ കയറുന്നൊക്കെ CP കുട്ടി. ഈ 7-ാം വാർഡിൽ ഞാൻ കയറാത്ത വീടുകൾ, തെങ്ങ് കയറാത്ത വീടുകളില്ല. അവരെ മുന്നിലേക്ക് ഞാൻ ചെന്നത് ഒരു തെങ്ങ് കയറ്റക്കാരനായ വേഷത്തിലായിരുന്നു. ഇപ്പോൾ എന്നെ പാർട്ടി ഒരു പ്രതിനിധിയുടെ കുപ്പായം അണിയിച്ചുകൊണ്ടാണ് അയച്ചിട്ടുള്ളത്. കാര്യമായിട്ട് ഞാൻ ചെയ്യുന്ന എൻ്റെ ഒരു സേവനം എന്ന് പറയുന്നത് രോഗികൾക്ക് സപ്ലൈ ചെയ്യുന്ന സർജിക്കൽ ഐറ്റംസുകൾ, മറ്റ് കഫം പുടവ, മയ്യത്ത് കുളിപ്പിച്ച് ആളുകൾക്ക് വിതരണം ചെയ്യുന്ന കഫം പുടവയുടെ ഒക്കെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ നാഷണൽ ഹൈവേ വന്നപ്പം മുസ്ലിം ലീഗിൻ്റെ ഓഫീസും പ്രസ്ഥാനമൊക്കെ പോയി. അപ്പോൾ പിന്നെ അതിനൊരു സ്ഥാനം ഏറ്റവും അടുത്ത് എൻ്റെ നാഷണൽ ഹൈവേയുടെ പക്കത്തുള്ള വീട് എന്ന നിലക്ക് ഞാനതൊരു ഗോഡൗൺ ആക്കി അത് നമ്മളെ കയ്യിലാണ് എല്ലാം ഉള്ളത്. അത് സപ്ലൈ ചെയ്യും. അതെ. അപ്പോൾ 7-ാം വാർഡുകാർക്ക് അല്ലെങ്കിൽ നാട്ടുകാർക്ക് പ്രസ്ഥാനത്തിന് തെറ്റിയിട്ടില്ല. സാധാരണക്കാരനായിട്ടുള്ള നല്ലൊരു കാബിനറ്റാണ് 7-ാം വാർഡ്. വൻ ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് വിജയിക്കുന്നുള്ള വൻ പ്രതീക്ഷയിൽ തന്നെയാണ്. തീർച്ചയായിട്ടും എന്റെ പ്രസ്ഥാനം എന്റെ പിന്നിലുണ്ട്. ബ്ലോക്ക് മെമ്പറായിട്ട് ജംഷീനയും പിന്നെ ജില്ലാ മെമ്പർ പ്രതിനിധിയായി അനീഫ മുനീർ മത്സരിക്കുന്നുണ്ട്. ഒരു മെമ്പറുടെ ഫണ്ട് കൊണ്ട് മാത്രം ഒരു വാർഡിൽ വികസനം നടക്കില്ല. മറ്റ് ബ്ലോക്ക് ഫണ്ട്, ജില്ലാ ഫണ്ട്, MLA ഫണ്ട്, MP ഫണ്ട്, ഇതൊക്കെ കൊണ്ടുവരാനുള്ള ഒരു ചെയിനായിട്ടും ഒരു കണ്ണിയായിട്ട് ഞാനുണ്ട്. ഞാൻ തോറ്റുപോയാൽ ആ ചങ്ങലകളൊക്കെ മറ്റു വാർഡുകളിലേക്കും പ്രദേശത്തേക്കും പോകും. അത് മാത്രമല്ല, പാർട്ടിയിലുപരി നാട്ടുകാർ ഒന്നിറങ്ങി കൂടെ ഉണ്ട്. നാട്ടുകാർ രാഷ്ട്രീയ കക്ഷിഭേദമന്യേ എൻ്റെ കൂടെ ഉണ്ട്. ആംബുലൻസിന്റെ ഡ്രൈവറായിട്ട് ആരെ നിയമിക്കണം എന്ന് പാർട്ടി ചിന്തിച്ചപ്പോൾ നല്ല ഒരു ഡ്രൈവറെ പാർട്ടിക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. സുബൈർ. അവനാണ് ഈ ആംബുലൻസിനെ ഒരു പ്രസ്ഥാനമാക്കി മാറ്റിയത്. ആ സുബൈർ പിന്നീട് അവന്റെ ആരോഗ്യപരമായ ചില കാരണങ്ങളാൽ ജോലിയിൽ നിന്ന് വിരമിച്ചപ്പോൾ മറ്റെന്ത് എന്ന രീതിയിലേക്ക് നീങ്ങുമ്പോഴാണ് ഞാൻ, ജാഫർ, എൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ തൻവീർ എല്ലാവരും കൂടെ ഇതൊരു കൊണ്ടു നടക്കുന്നത്. 7-ാം വാർഡിൽ ജനവിധി തേടുകയാണ്. വൻ ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് ഈ 7-ാം വാർഡിൽ നിന്ന് വിജയിച്ച് കയറുന്നുള്ള കാര്യം ഒരു സംശയമില്ല, ഉറപ്പാണ്. എന്നാലും നല്ലൊരു വിജയം ആശംസിക്കുന്നു. ഇൻഷാ അല്ലാഹ്.